11 ലക്ഷം ഉറുപ്പ്യ ഒരുത്തന്നെ പറ്റിച്ച് പോയി. ഒരു കൊല്ലം കഴിഞ്ഞിപ്പോൾ വേറെ അടുത്ത് വാങ്ങിക്കൊടുത്താൽ ഞാൻ ജാമ്യം നിന്നതാണ്. പിന്നെ വേറെ ഒരുത്ത 1.5-2 ലക്ഷം ഉറുപ്പ്യോളം മറുവഞ്ചേരിയുള്ളത്. ആ വീഡിയോ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് കേൾച്ചിട്ടാ. നോക്കിയേ സാറേ, തെങ്ങുമത്തെ പണി കഴിച്ചിട്ടാ. ഓക്കെ, താങ്ക് യു. ഒന്നും സംഭവിച്ചില്ലട്ടാ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. വണ്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഒരു തേങ്ങ അത് അങ്ങോട്ട് കാണി. ആ തേങ്ങ ദിക്കാതോ ഇതാണ് ഈ തെങ്ങിൻ്റെ മുകളിൽ ഉണങ്ങി നീന്. അതിനൊന്നും സംഭവിച്ചാൽ ഇങ്ങോട്ട് എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും സാറേ പണികളൊക്കെ കഴിഞ്ഞ് നിങ്ങളെ 3 തെങ്ങുണ്ട്. അവിടുത്തെ അപ്പുറത്തുണ്ടായിരുന്ന ഒരു തെങ്ങ്, അതും കഴിഞ്ഞ് ഇനി ഒരു സെൻറ്ററിലെ തെങ്ങ് ഇപ്പോൾ ഏതായാലും പറ്റണില്ല. 2 സൈഡിലുള്ള കാറ് നിർത്തി കഴിഞ്ഞ് ഞാനേ പോവുകയാണ്. ഇനി ഞങ്ങൾക്ക് അവിടെ ഇതേമാതിരി ഒരു കംപ്ലയിൻറ്റ് വന്നെടുക്കുന്നത്. ഇവിടെ 2-3 തെങ്ങുണ്ട്, ഞാൻ പിന്നെ പറിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്ത് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോവുകയാണ്. എന്തായാലും സാറേ, നിങ്ങൾ എന്നോട് ഇന്നലെ പറഞ്ഞ വോയിസ് ഉണ്ടല്ലോ, വളരെ ഇഷ്ടപ്പെട്ട്. കാരണം റാഫിയെ എനിക്ക് എന്താ വെച്ചാൽ തരാമെന്ന് ഞങ്ങളോട് ചോദിക്കലുമില്ല. നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇട്ടരലാണ്. അതിനും ഞാൻ എൻ്റെ ദൈവത്തിനെ സ്തുതിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഓരോ മനുഷ്യന്മാർ എല്ലാവരോടും പറയാം, യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും പറയുകയാണ്, ഇത് ഓരോരുത്തർ തെങ്ങ് വെച്ച് പിടിപ്പിച്ച പണ്ടത്തെ കാരണന്മാർ വെച്ച് പിടിപ്പിച്ചതാണ്. പക്ഷെ ഇത് ഉണ്ടായി വന്നപ്പോഴോ അതാണ് നായ നോക്കാണ്, ഇവിടുത്തെ നായയാണ്. ഇപ്പം ഉണ്ടായി വന്നപ്പോൾ ഇത് വലിയൊരു ഇവിടെ നായനെ കാട്ടിക്കൊടുത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെയുള്ള ആൾക്കാർ ഷോക്ക് വേണ്ടി തെങ്ങ് വെക്കണം. എല്ലാവരോടും പറയും, യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും. പക്ഷേ ഇത് ഉണ്ടായി വന്നു പോകുമ്പോഴോ ഭയങ്കര അപകടം പിടിച്ച പരിപാടിയാണ്. പക്ഷേ ഇത് മുറിച്ച് മാറ്റാനോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുണ്ടാവില്ല, സമ്മതം കിട്ടില്ല. ഇവിടെ മരങ്ങളും വൃക്ഷങ്ങളൊന്നും അങ്ങനെ മുറിച്ച് ഒഴിവാക്കാൻ പാടില്ല. കേട് വന്നാലും ശരി, അതിന് പെർമിഷൻ കിട്ടിയതിന് ശേഷമാണ് അത് മുറിക്കാനുള്ള ഓർഡർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെല്ലാവരോടും പറയണേ. അത് കാരണം ഓരോ ഓഫീസർമാരും ഉള്ളിൽ ഭയപ്പെട്ടിരിക്കുക. കാരണം ഓരോ മനുഷ്യർക്കും വല്ലതും സംഭവിച്ചാൽ അത് സാറുമാർക്കൊക്കെ ഭയങ്കര വേദനയാണ്. അതാണ് ഈ സാറുമാർ ഇവിടെയുള്ള സാറുമാരൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് എനിക്കൊരു ദൈവത്തിൻ്റെ അതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് വരും ഉണ്ടാവലുണ്ട്, മഴ പോലെ വന്ന് മഞ്ഞ് പോലെ പോകും, പലർന്നും അടിയും കിട്ടലൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൽ പറഞ്ഞത്. എന്നാലും കൂടുതലൊന്നും അങ്ങനെ പറിച്ചോൻ്റെ കാവലൊക്കെ ഉണ്ടായിട്ടുണ്ട് പലയിടത്തുനിന്നും, അപകടത്തിൽ നിന്നൊക്കെ. കാരണം ഓരോ സാറുമാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് നല്ല മനസ്സിൻ്റെ ഉടമന്മാരാണ്, കാരണം ഉടമസ്ഥന്മാരാണ്. കാരണം വെച്ചാൽ എൻ്റെ പണി കണ്ടിട്ടും എല്ലതും കൂടി കണ്ടിട്ട് അവരും പറയുന്നുണ്ട് എനിക്കൊന്നും സംഭവിക്കരുതെന്ന്. അങ്ങനെ ഈ ഭൂമിയിൽ ഒരുപാട് മനുഷ്യന്മാർ നിങ്ങളെപ്പോലെ, ഈ ഗ്രൂപ്പ് യൂട്യൂബിലുള്ള എല്ലാവരെ പോലെ എല്ലാ അനവധി ആൾക്കാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട. കൂടുതൽ പാട്ട് പാടിക്കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇല്ലെങ്കിൽ തന്നെ ഭ്രാന്താണ്, ഗുളികയുടെ മീത നടക്കുക. കപ്പൽ കണ്ടിട്ടില്ല എന്ന് ആരും പറയരുതിട്ടാ. ഓക്കെ, ഇതെന്താ കാണുന്നത് കണ്ടില്ല നിങ്ങൾ? എന്താ വെച്ചാൽ അവിടെ കടലിൽ എന്തോ പണി നടക്കുകയാണ്. അപ്പോൾ കപ്പലാണ് സംഭവം. അവിടെ കംപ്ലീറ്റ് സീറ്റ് ഇട്ട് കെട്ടിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ എടുത്തിരുന്ന് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ തെങ്ങുമ്പോൾ കയറാൻ നേരത്തെ എടുത്തതാണ്. ഓക്കെ, അതാണ് ബോംബെൻ്റെ പണി. അതിൻ്റെ അവിടെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നത്. കപ്പലാണ്. അത് ഞാൻ പറയേണ്ടത് തമാസ്ക എടുത്ത് വിടണമല്ല. ആ സാറിൻ്റെ ബംഗ്ലാവിൽ പോയിട്ട് 2-3 തെങ്ങ് കയറി. അവിടെ ഒന്നും ഉറുമ്പ് കടിച്ചില്ല. ഇപ്പോൾ റോഡ് സൈഡിൽ ആ തെങ്ങതാ
അതിൻ്റെ മുകളിൽ ചെറിയ ഉറുമ്പുണ്ടല്ലോ ചുവപ്പ്, അതാണ്ട് കടിച്ചിട്ട് റബ്ബേ പെട്ടെന്ന് ഇറങ്ങാനും പറ്റൂലേ. കാരണം നാട്ടിലെ മാതിരി അങ്ങോട്ട് കയറുക, ആയുധം കൊണ്ട് വെട്ടുക, താഴത്തേക്ക് ഇടുക പറ്റൂല ഇവിടെ ബോംബെയിൽ. നല്ല ശ്രദ്ധിക്കണം. പടച്ചോനെ അള്ളാഹിനോട് അടുക്കണ എപ്പോഴാണ് അറിയോ? അപകടം പിടിച്ച പണീൻ്റെ മുകളിൽ കയറുമ്പോൾ റബ്ബിനോട് എല്ലാ മനുഷ്യനും അടുക്കും. ഞാൻ മാത്രമല്ല, സർവ്വ ആൾക്കാരും റബ്ബിനെ അങ്ങനെ അടുത്ത് മുട്ടണ എപ്പോഴാണ് അറിയോ? ജീവൻ അവിടെ ഇങ്ങനെ ഇട്ടിട്ട് കുത്തുമ്പോൾ, കാല് വേദനിക്കുമ്പോഴും അപകടം പലതും കടന്നു വരുമ്പോൾ നമ്മളിങ്ങനെ അള്ളാഹിനുമായിട്ടുണ്ട് അടുക്കും. റബ്ബേ നിങ്ങളൊന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന്, റസൂലൊന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന്. എന്തിനാണ് ഇത്രയും മാത്രം ഈ ഭൂമിയിൽ എന്നെപ്പോലുള്ളവരൊക്കെ ഈ ഭൂമിയിലേക്ക് പടച്ചു വിട്ടതെന്ന് നമ്മൾ ചോദിക്കും, റബ്ബിനോട് ചോദിക്കുകയാണ് നമ്മളെ ഹൃദയം വേദനിച്ചു കൊടുക്കുമ്പോൾ. അത്രക്കും ഉറുമ്പ്. പക്ഷെ നിങ്ങൾ പറയണ്ടേ എന്തിനാണ് ഇതിങ്ങനെ എന്തിനാണ് ഈ ബോംബെയിലൊക്കെ ഇങ്ങനെ പണിയെടുക്കണമെന്ന്. ഇങ്ങനെ നിങ്ങളെ ചിന്തിക്കുമ്പോൾ എത്ര ആൾക്കാരാണ് ഈ റോട്ടും കൂടെ നടന്നു പോകണമെന്ന് നോക്കി. നിങ്ങളെപ്പോലത്തെ ആൾക്കാരല്ലേ. എല്ലാവർക്കും തെങ്ങ് കയറാൻ പറ്റില്ല, കയറുന്നതിനെ കൊണ്ട് പടച്ചോൻ കയറ്റിക്കുന്നുണ്ട്. എന്നിട്ടും പടച്ചോൻ്റെ കാവലുണ്ട്, ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. ചിന്തിച്ചോ, നല്ല കാര്യങ്ങൾ ചിന്തിച്ച് നടന്നോ എന്നാണ് പറഞ്ഞത്. വേണ്ടാത്തതിൽ പോയിട്ട് ഓരോരുത്തരെ കാട്ടിക്കൂട്ടി അന്നഞ്ഞാട്ടിട്ട് 4 കുത്തുന്ന അള്ളാൻ്റെ റസൂലും പറഞ്ഞു. നല്ല വൈക്ക് കൂടെ നടന്നു. ആരും വാങ്ങിക്കേണ്ട, ഒരാളെ പണം മോഹിച്ച് നടക്കേണ്ട ആരും. എന്നിട്ട് നിങ്ങൾ അധ്വാനിക്കും. എന്നിട്ട് അധ്വാനത്തിൽ കൂടെ വേർപ്പിൽ കൂടെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സ്വർഗ്ഗം ഇല്ലെങ്കിൽ നാളെ എൻ്റെ അടുത്തേക്ക് വായെന്നാ അള്ളാൻ്റെ റസൂലും പറഞ്ഞു. ഇവിടുത്തെ 2 തെങ്ങുമത്തെ പണി കഴിഞ്ഞിട്ടാ ഇപ്പം നോക്കാൻ ഒരു തെങ്ങ് നിൽക്കണക്കാണ്. കണ്ടില്ല നിങ്ങൾ? ഞാൻ ഇവിടുന്ന് വണ്ടി ആട്ടാക്കിയാണ്ട് പോവുകയാണ്. കാണണം നോക്കി. അതിൻ്റെ ചോട്ട് നോക്കുകയാണെങ്കിൽ കാറ് നിരനിരായിട്ട്. ഇനി ഇപ്പുറത്ത് കൂടെ വാഹനങ്ങൾ ചീറി പാഞ്ഞ് പോയിട്ടാ. സംസുക്ക ഒറ്റക്കാണ്, അതിനെക്കൊണ്ട് പറ്റൂല. അപ്പം മുകളിൽ ഞാനും നല്ല ശ്രദ്ധിക്കണം. ഡ്രൈവർ ഞാനാ, താഴത്ത് ക്ലീനറോ അത് കിളിയോ എന്താ പറയുക, അയാളും ശ്രദ്ധിക്കണം, ഡ്രൈവറും ശ്രദ്ധിക്കണം. മുകളിൽ നിന്ന് ഡ്രൈവർ സീനൽ തരുമ്പോൾ താഴത്തുള്ളവന് അതിന് ഒരേ സെയിം. ആ ടൈറ്റ് എന്ന് പറയുമ്പോൾ താഴത്തുള്ളവന് ടൈറ്റ് എന്ന് പറഞ്ഞാൽ, ആ ലൂസ് എന്ന് പറയുമ്പോൾ താഴത്തുള്ളവന് ലൂസ് എന്ന് കറക്റ്റ്. അവിടുന്ന് മുകളിൽ നിന്ന് എന്താ സീനൽ കിട്ടാൻ താഴത്തുള്ളവന് സീനൽ. സെക്യൂരിറ്റി ഞങ്ങൾ ഇവിടുത്തെ ഗേറ്റ് ഓഫ് ഇന്ത്യയിലെ പണി തീർന്ന്. അപ്പോൾ अपना यूट्यूब चैनल है मेरा, दोस्त लोग बहुत है, सब्सक्राइब बहुत सब्सक्राइब किया उन लोग. बोलता है तुम लोग बहुत सब्सक्राइब. हाँ देखा सेक्यूरिटी लोग, देखो मेरे लिए बोलता है इनके പേര് मोहम्मद नटा. ये साहब क्या बोलता है, मोहम्मद आएगा तो काम चालू करो ले, ऐसा बोलता है ना. ആ സാറ് പറഞ്ഞാൽ വെച്ചാൽ എൻ്റെ പേര് മുഹമ്മദാണെന്ന് ചോദിക്കും. ഇവിടെ വേറെ തെങ്ങുണ്ട്, ആ തെങ്ങുമത്തെ ഇളനീന് വെറുതെ പറിച്ചുകൊണ്ടാകാൻ പറ്റില്ല. സാറ് പറഞ്ഞെന്താ വെച്ചാൽ ഒരു 5 ഇളനീന് അവിടെ ബിൽഡിങ്ങിൽ തന്നാൽ മതി, എനിക്ക് തന്നാൽ മതി, ബാക്കി ഇജ്ജ് കൊണ്ടുപോയിക്കോന്ന് പറിച്ചത്. അപ്പോൾ മുഹമ്മദാന്ന് ചോദിക്കും ആദ്യം, അല്ല വേറെ ആരെങ്കിലും വെച്ചാൽ വേണ്ട ആരും, കാരണം അത് ശ്രദ്ധിച്ചിട്ട് ഇറക്കണേ. ആയിക്കോട്ടെ പുസ്തകം സാബ് ആയ മുഹമ്മദ് ആയേക്കാ. അപ്പോൾ പേര് നമ്മൾ വെടക്കാക്കാൻ പാടില്ല. നമ്മൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ നമുക്ക് പഠിച്ചോ എല്ലാ മനുഷ്യന്മാർക്കും ഓരോ പേരിട്ടിട്ടുണ്ട്. ആ പേരെന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരാണ്, എന്താ നിങ്ങൾക്ക് അറിയുള്ളൂ. അതുപോലെ ഹൈന്ദവ സഹോദരങ്ങൾക്കും ഓരോരുത്തർക്കും മനുഷ്യൻ്റെ പേരെന്താണ്, ദൈവത്തിൻ്റെ പേരാണ്. ആ പേരിൽ ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ബായിന്ന് വിളിക്കും. അപ്പം എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. ആൾക്കാർ മുഹമ്മദ് എന്ന് വിളിക്കുമ്പോൾ തന്നെ ഞാൻ മനസ്സുകൊണ്ട് പറയും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നല്ല ചെയ്യുമ്പോൾ ആൾക്കാർ മുഹമ്മദ് ബായിന്ന് വിളിക്കും. കാരണം ആൾക്കാർ ബായിന്ന് വിളിക്കാനുള്ള അധികാരമുള്ളൂ. മറ്റേ നമ്മൾ നബിയുടെ പേരായിട്ട് നമ്മൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടന്ന തെങ്ങാത്. ഇതിൻ്റെ മോളെ ഞാൻ കയറുന്നത്. അത് സാറ് പറഞ്ഞ് ഇന്നത്തെ ഇളനീച്ച് പറിച്ചു. എപ്പോഴും ഞാൻ വന്നിട്ട് ഞാൻ കൊണ്ടുപോയില്ല, പൈസ ഒന്നും കൊടുക്കണ്ട. അത്യാവശ്യം ഉണ്ട് തീമ എനിക്ക് കൂട്ടാൻ മക്കളുണ്ടെങ്കിൽ വെച്ചിട്ട് നിങ്ങളാരും നെഞ്ഞു ഒരുക്കൊന്നും വേണ്ട. ആ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ വെച്ചിട്ട് നിങ്ങൾ ഈ നെഞ്ഞു ഒരുങ്ങുമ്പോൾ എന്നാലും പടച്ച എനിക്ക് തരുന്നുണ്ട്. ഞാൻ 10 റുപ്യ കിട്ടിയാൽ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. അല്ലാതെ എൻ്റെ ബാങ്കിൽ എടുത്തേക്കണം, എൻ്റെ ബാങ്കിൽ ഒരു കുന്തുമില്ല. കുറച്ച് ഇപ്പോൾ 10,000 റുപ്യൻ്റെ അക്കൗണ്ടിൽ എടുക്കുന്നുണ്ട്. അത് ഇൻ്റർനാഷണൽ ബാങ്കാണ്. അതിൻ്റെ കടറ തൊട്ടായിരുന്ന കാരണം ആ അക്കൗണ്ടിൽ കറണ്ട് അക്കൗണ്ടാണ്. 10,000 റുപ്യ മിനിമം ബാലൻസ് ആക്കണം. ഇല്ലെങ്കിൽ എൻ്റെ പൈസ ഒക്കെ തെങ്ങ് തോട്ടത്തിലാണ് കിടക്കുന്നത്. ഞാൻ കിട്ടുന്നതൊക്കെ തെങ്ങ് തോട്ടത്തിൽ കൊണ്ടിടുക. എന്താ ഇപ്പോൾ ബാങ്കിലിട്ട് പലിശ തന്നാൻ പാടില്ല. അപ്പോൾ എന്തായാലും 29/5/2025 വീഡിയോ ആണ്. പണി തുടങ്ങട്ടെ, ഇവിടെ കൊണ്ട് തീരുകയാണ് സാറല്ല. അപ്പോൾ എന്തെങ്കിലും വാക്കിൽ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടിയിട്ടാണ് ഞാനിങ്ങനെ കാട്ടണമെങ്കിൽ ജാറേ. എന്തായാലും പണി കഴിഞ്ഞിട്ടാ മാഷാ അല്ലാ, ഒന്നും സംഭവിച്ചില്ല. ഒരുപാട് കൊലയുണ്ട്. എത്ര പോലെ കൊലയെന്നറിയോ? ഇതിനുള്ളിൽ പെട്ടിയെടുക്കാൻ അവിടെ കാണി ഇത്രയും കൊല. ഒരു തെങ്ങുമ്മ ചെറുതാണ് സംഭവം, ഇത് വലുതാവില്ല.
ഇതങ്ങനെ എന്നാലും ഒരു 30 ഉറുപ്പ്യക്ക് കൊണ്ടുപോയി വിൽക്കുക. അതാ ഇതിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കണം കേട്ടോ. കണ്ട കാണി അടിലകള് ഒരു തെങ്ങിൻ്റെ മുകളിൽ ഈ തെങ്ങിനോട് ചേർന്നിട്ട് ഇങ്ങോട്ടൊക്കെ അടിയില്ലേ അതും തെങ്ങ് കേടാ, അതും പറയണ്ട. എന്താ കാണി എന്താ ചെയ്യാ, ഒക്കെ അപകടം പിടിച്ച അവർ കഴിഞ്ഞാൽ ആ തെങ്ങും കൂടി കയറാണ്ട്. എന്ത് എന്ത് ആ തെങ്ങ് കേട് വരുന്ന തെങ്ങിന് അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ, പെട്ടെന്ന് കണ്ടമാനം കായ പിടിക്കും. അത്യാവശ്യത്തിന് കൊണ്ടുപോയി അപ്പോൾ ആവശ്യമുള്ള വേഗം വേഗം കൊണ്ടേക്കും. അത് ശരി പറഞ്ഞിട്ടില്ലേ ആ മനുഷ്യനെ യഥാർത്ഥ സത്യം ഞാൻ പറഞ്ഞത്. അതിന് വേഗം കേട് വരുന്നുണ്ട്, അതിന് ഒക്കപ്പാടെ കനം കൂടിയിട്ട് വേഗം കയറിക്കോന്ന് ആ മനുഷ്യൻ പറയാണ്. എന്നിട്ട് ഒക്കപ്പാടെ ഇങ്ങോട്ട് താഴത്തിങ്ങോട്ട് വീണോന്ന് അല്ലേ, ഒക്കപ്പാടെ കണ്ടമാനം നിറഞ്ഞു നിന്നിട്ട് ഒക്കപ്പാടെ ഇടിഞ്ഞിട്ട് പൊട്ടി വീണല്ലേ. വീഴത്തില്ലേ? അത് ശരി. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങളിതാ പണികൾ ഒരുവിധമൊക്കെ കഴിഞ്ഞ്. ഇത് 18 പട്ടറ തെങ്ങ, ഇതിന് നല്ല വിലയാണ് ബോംബെയിൽ. 100-120 ഉറുപ്പിക്കൊക്കെയാണ് വിൽക്കുക. ഓക്കെ പണി കഴിഞ്ഞ് മാഷാ അല്ലാഹ് നല്ല സുഖമുള്ള പണിയാണ് ബോംബെയിൽ. പിന്നെ മിഷീൻ ഇതട്ടാ എല്ലാവരും പറയണ്ട എന്താ ഈ മിഷീൻ വെച്ചിട്ട് കയറാത്തത്, അത് പറ്റൂല ബോംബെയിൽ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ അല്ല, നാട്ടിലെ പണിയല്ല. നാട്ടിൽ തെങ്ങോട്ട് കയറുമ്പോൾ അതിൻ്റെ മുകളിൽ മുകളിൽ നിൽക്കണ്ട, അവിടെ നിന്ന് വേഗം വേഗം വെട്ടിയിറങ്ങാം. ഇവിടെ പറ്റൂല. ഇത് തെങ്ങിൻ്റെ മോൾക്ക് കൊല കണ്ടില്ല. അവിടെ ഒരു കൊല ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കൊല അതിൻ്റെ അപ്പുറം ഉണ്ടാവും. കണ്ടി 2 പേരിൽ വെച്ചാൽ മൂന്നാമത്തെ ഇതാ. അതൊന്നും ഞാൻ പറയില്ല. അത് ശരിയാ. അല്ല അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ കാരണം എന്താണ്? കാരണം പറയും. അത് അതിന്റെ കൂലിയെ മേടിക്കണുള്ളൂ, അതിന്റെ കൂലിയെ മേടിക്കണുള്ളൂ. ആ പറഞ്ഞ പൊള്ളി അതിന്റെ അപ്പുറം വൃത്തിയാക്കണം. അതിന് നിങ്ങൾ 500 ഉറുപ്പിക തരണ പൊള്ളിന്റെ അടുത്ത് എങ്ങനെ നിങ്ങൾ വല്ലാതെ വർത്തമാനം പറയരുതിട്ടാ. സംസുക ആ വർത്തമാനം പറയരുത്, അതൊക്കെ ഇഷ്ടമല്ല. അല്ല ഞങ്ങളെ കൊണ്ട് വല്ലാത്തൊരു ഇടങ്ങാറ്. നമ്മള് നിങ്ങൾ ഞാൻ സംസുക എന്റെ സമാധാനം തെറ്റുവിട്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. നിങ്ങൾ ഞമ്മക്കല്ല ഇതിന്റെ വേനാറുള്ളൂ. ഇവറ്റങ്ങൾക്ക് അറിയില്ല, അവര് ഭൂമിയുടെ അടിയിലാണ്, ആകാശത്തിൻ്റെയും ഭൂമിൻ്റെയും താഴത്തെ അവർ നിൽക്കണം. നമ്മൾ രണ്ടിൻ്റെ ഇടയിലാണ്. അതിൻ്റെ വേദന നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ 50 ഉറുപ്പിക 100 ഉറുപ്പിക കൂടുതൽ കണ്ടറിഞ്ഞ് കൊടുത്താളേ ഇത് വരെ തെങ്ങൊന്ന് വൃത്തിയാക്കി തരും. ഇനി എന്തായാലും കൂടുതൽ പാട്ട് പാടണില്ല, ഞാൻ ഒരു തെങ്ങും കൂടി ഉണ്ട്. പക്ഷെ പറച്ചോ നിന്ന് കാണി പണ്ടാറം കടിച്ചിട്ട് ഇല്ലേ ഒരൊറ്റ കടി ചോര. എൻ്റെ കാല് പെണ്ണുങ്ങളെ കാല തേനീച്ച വന്ന് കടന്നല് മറ്റേ. എന്തായാലും ഞാൻ ഒരു കാര്യം കൂടി ഞാൻ നിർത്തിയാണ് ഭയ്യ, ഒരു കാര്യം കൂടി പറയും. എനിക്ക് ജീവിതത്തിൽ പറഞ്ഞു തീർക്കണമെന്ന് സംസാരിക്കാം. എനിക്ക് എൻ്റെ മനസ്സിലൊന്നും ഇരിക്കില്ല. ഒരുത്തൻ 11 ലക്ഷം ഉറുപ്പിക എൻ്റെ അടുത്ത് വാങ്ങി പോയിട്ടുണ്ട് കേട്ടോ. ഓൻ്റെ പേര് മുഹമ്മദ് എന്നാ. ഓൻ തൊപ്പിയും ഇസ്ലാം ദീനായിട്ട് നടക്കുന്ന ഒരാളാണ്. ആ മുഹമ്മദ് 11 ലക്ഷം ഉറുപ്പിക വേറെ ആൾ ഓൻ കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ജാമ്യം നിന്നിട്ട് ഒപ്പിട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ പെരടിക്കായി ഓൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൻ തന്ന ഓൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഓൻ ഏത് പാതാളത്തിൽ ഒളിച്ചാലും ഞാൻ ഓനെ പിടിക്കും. ആ നബിയുടെ പേര് പറഞ്ഞിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇവിടെ നല്ല ഇതിൽ കൂടെ നടന്ന ആളാ. എൻ്റെ അടുത്ത് 11 ലക്ഷം ഒരുപാട് ആൾക്കാരുടെ ഉസ്താദ്മാരുടെ അടുത്തും പൈസ ഉറുക്കോ ഉസ്താദ്മാരുടെ അടുത്ത് പൈസ അടക്കം വാങ്ങി പോയിട്ടുണ്ട്. ഓടാൻ വേണ്ടി മുഹമ്മദിൻ്റെ കായ് തരും. ആ നല്ല മനുഷ്യനെ തന്ന ഓനക്ക് നന്ന്. അതുപോലെ റിനീഷ് ഉണ്ട് ഇവിടെ മറവഞ്ചേരിയിൽ തട്ടാൻ ചേർക്കാന്. ഓനോട് മറ്റിട്ട് ഓൻ്റെ പെരപ്പണിക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പൈസ മേടിച്ച കണ്ണി കണ്ടിട്ട് വാങ്ങിക്കൊടുത്ത പൈസയാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വേദന കാണുമ്പോൾ സഹായിച്ചതാണ്. എന്നിട്ട് ഓന് കൊറോണ സമയത്ത് മേടിച്ചതാ. ഓനോട് പറഞ്ഞ് മര്യാദ തന്നാളെങ്കിൽ ഞാൻ ആയുധത്തെ വന്നിട്ട് ഓൻ്റെ കൈ കൊടുത്തിട്ട് വെട്ടടാന്ന് പറയും. അപ്പം വെട്ടണം രണ്ടാളും. ആയുധം കയ്യിൽ കൊടുക്കും, 2 ആയുധം കയ്യിൽ വെക്കും. ഞാൻ റബ്ബാണ് സത്യം, അള്ളാഹിൻ്റെ റസൂലിനെ സത്യം പറഞ്ഞു. 2 ആയുധം കയ്യിൽ വെച്ചിട്ട് അവിടെ കയറി ചെല്ലിയത് പാതാളത്തിലുണ്ടെങ്കിലും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക അറിയോ, ഓൻ്റെ കൈ കൊടുത്തിട്ട് വെട്ടട. അവിടുന്ന് വണ്ടിയിലോട്ട് പിടിച്ചടി കയറ്റി. ഞാൻ വണ്ടിയിലോട്ട് പിടിച്ചിട്ട് വണ്ടിയുടെ ഉള്ളിക്കണ്ട് എടുത്തിട്ട് കാറിൻ്റെ ഉള്ളിക്കണ്ട് കയറാന്ന് പറയും. കയറാണ്ട് അങ്ങാടിയിൽ ഓൻ്റെ മാഹിലിട്ടിട്ട് ഞാൻ പറയും വെട്ടടാന്ന് പറയും. ഒരൊറ്റ വെട്ടിന് 2 കഷ്ണമാക്കാൻ പറയും ഞാൻ. കാരണം ഞാൻ നയിച്ചുണ്ടാക്കിയ പൈസയാണ്. ഓനെ എൻ്റെ കിട്ടുന്ന നക്കിയിട്ട് ഞാൻ ഓനെ വിടൂല. ഞാൻ മുഹമ്മദ് എന്ന് പറഞ്ഞ ഓനുണ്ട്, റിനീഷാണ് തട്ടൻ ചെക്കനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സമനില ഞാൻ ഉളികട മീത നടക്കുകയാണ്. നിങ്ങളാരും പൈസ വാങ്ങി തിന്നാത്ത ഒരാളാണ്. പക്ഷെ ഒരാളെ ഹൃദയം വേദനിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്നതാണ്. ഇതാ ഈ മനുഷ്യന് മരുവുണ്ടല്ലോ. നിങ്ങൾ നേരത്തെ പഠിച്ചു നിങ്ങൾ പറഞ്ഞോളൂ. 75,000 രൂപ ഈ പാവം മേടിച്ച് എൻ്റെ അടുത്തില്ല, ഞാൻ വേറെ ആൾക്ക് വാങ്ങി കൊടുത്തതാ. ഇയാൾ മനുഷ്യൻ ഇതല്ല. പൈസ ബുദ്ധിമുട്ട് എല്ലാവർക്കും വരും, ഇത്ര വല്ല പണക്കാരനായാലും. പക്ഷെ ചതിക്കരുത്, വേദനിപ്പിക്കരുത് ഒരാളെ. കണ്ണി കണ്ടെടുത്ത് വാങ്ങി കൊടുക്കുന്ന പൈസയാണ്.
മുഹമ്മദിനോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ക്രൈംബ്രാഞ്ചിലും പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് എല്ലാവരും ബന്ധമുള്ള ഞാൻ പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്തിട്ടുള്ള പരിചയമൊന്നുമല്ല. ഇതേമാതിരി തീർച്ചയായിട്ടും ഓരോ ഓഫീസർമാരുടെ വീട്ടിലേക്ക് കയറി ചെല്ലതാണ്. ഓനെ വേദിപ്പിച്ച് നമ്മുടെ സാറുമാരോട് പറഞ്ഞിട്ട് ഓനെ ഉള്ളോർന്ന് പൊക്കും ഞാൻ മുഹമ്മദിനെ. റിനീഷിനെ ഇവിടുന്ന് അവർ ഫോം പൂരിപ്പിച്ചിട്ട് സാറിൻ്റെ അടുത്ത് നിന്ന് സമ്മതം മേടിച്ചിട്ട് ഓനെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു ഞാൻ. സാറ് പറഞ്ഞു അവരെ പിന്നെ കുറ്റിപ്പുറം സ്റ്റേഷനിൽ നിങ്ങൾ തരിക ക്രൈംബ്രാഞ്ചിൽ നിന്ന്. കാരണം എൻ്റെ ചോര ഞാൻ സാറുമാർക്കൊക്കെ അറിയാം. ഞാൻ ഒരാളെ ചതിച്ചിട്ടോ ഇവിടെ എൻ്റെ ചോറാണ്. അള്ളാഹിൻ്റെ റിസോർട്ട് സത്യമാണ്. ഒരാൾ ഉറപ്പ് വാങ്ങി തിന്നാത്ത ആളാണ്. ഒരാൾ വേദനിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വേദന കാണുമ്പോൾ കൊടുക്കുകയാണ്. ഇവിടെ വാങ്ങിപ്പോയാൽ അത് നക്കിയിട്ട് എന്നെ കാണുമ്പോൾ അങ്ങോട്ട് കൂടെ തിരിഞ്ഞടക്കുക. എന്താണ് എവിടെ നിന്നാണ് ഈ മനുഷ്യന്മാർ കണക്ക് പഠിക്കുന്നത്? ആ മനുഷ്യൻ ചിന്തിക്കണ്ടേ? അത് തന്നു കഴിഞ്ഞാൽ വീണ്ടും വന്ന് ചോദിച്ചൂടെ? ആ 11 ലക്ഷമുള്ള 15 ലക്ഷം കൊടുക്കാനും തയ്യാറായി നിൽക്കും. അത് വാങ്ങിയിട്ട് കൊണ്ട് പേര് മുഹമ്മദ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിട്ടൊരു മനുഷ്യനാണ്. എന്നിട്ട് ഇവിടെ കുറേ ആൾക്കാർക്ക് ഉസ്താദ്മാർക്കൊക്കെ കുറേ ഭക്ഷണം കൊടുത്തിരുന്നു, സലാത്തും ദിക്റൊക്കെ ചെയ്തിട്ട്. ആ ഉസ്താദ് പാവം മോൻ്റെ ഭക്ഷണം കഴിച്ചവർ അവർ പേടിച്ചിട്ടപ്പോൾ നടക്കണം. കാരണം ഇപ്പം ഇങ്ങനത്തെ വില ചെറ്റത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ മുഹമ്മദിനോട് വേണ്ടിയിട്ട് മുഹമ്മദ് ഞാൻ വരും, കാസർഗോഡാച്ചാൽ ഏത് പാതാളത്തേക്കും ഞാൻ വരും, ഏത് മാലിൽ പോയിട്ട് ഞാൻ പള്ളിക്ക് പോയിട്ട് ജുമായുടെ സഹിത ജുമാ നിസ്കാരം പുലർച്ചെ പെടുന്ന സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങും. ഇതിൻ്റെ റബ്ബാണ് സത്യം, എൻ്റെ ഹൃദയത്തിൻ്റെ വരികളാണ്. ഞാൻ എന്നിട്ട് രാവിലെ സുബൈർക്ക് ജുമായുടെ മുന്നിൽ ഉസ്താദ് പള്ളിക്കലെ കത്തീബ് സലാം വീട്ടിൽ കഴിഞ്ഞാൽ പറയും എല്ലാവരും വിളിച്ചു പറയും ഇറങ്ങി പോകരുതെന്ന് പറയും. കുറ്റിപ്പുറം മറവഞ്ചേരി മാങ്ങാട്ടൂർ തങ്ങൾപ്പാപ്പാൻ്റെ അവിടുന്ന് ഒരു വിനീതം വന്നിട്ടുണ്ടെന്ന് പറയും. അവിടെ തങ്ങൾപ്പാപ്പല്ല പോലീസപ്പെട്ട അവിടുന്ന് ഒരാൾ പാർപ്പുറത്ത് നിന്ന് വന്നിട്ടുണ്ടെന്ന് പറയും. നിങ്ങളെൻ്റെ പ്രസംഗം കേൾക്കണമെന്ന് മുഹമ്മദിൻ്റെ ചരിത്രം കൊണ്ട് പറഞ്ഞു. ഞാൻ അവിടെ മര്യാദക്ക് പൈസ തന്നുകൊണ്ട് ഞാൻ പണ്ടുണ്ട് എന്നെ വേദനിപ്പിക്കരുത് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. ഇത്രയും പറഞ്ഞു പോയി. നിങ്ങളോട് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സമനില തെറ്റുമ്പോൾ ഞാൻ പറയുന്നത് ആരും വേദനിപ്പിച്ചിട്ടില്ല. പിന്നെ ഒരുപാട് ആൾക്കാർ പൈസ വാങ്ങി തിന്നിട്ടുണ്ട്. അതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ വേദന കൊണ്ട് പറയാതെ അപകടം പിടിച്ച തെങ്ങിൻ്റെ മുകളിലാണ് ഞാൻ കയറുന്നത്. ഞാൻ ഒരാളെ വാങ്ങി തിന്നാത്ത ആളാണ്. എന്തിനാണ് ഇന്നെങ്ങനെ വേദനിപ്പിക്കണ ഓരോരുത്തർ? മുഹമ്മദിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വിട്ടുതരും. കുറേ യൂട്യൂബിൽ കുറേ ആൾക്കാരുണ്ടല്ലോ, എന്നെ സ്നേഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ഇവിടെ തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നാൽ ഓനക്ക് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇതിന് ഞാൻ കൊടുക്കും. ഒരാളങ്ങനെ നല്ല മനുഷ്യനായി കാണരുത്. ചെറ്റത്രം ചെയ്തിട്ട് ഓനെ ജനങ്ങളെ മുന്നിൽ നല്ല മനുഷ്യൻ കാണാൻ പാടില്ല. റബ്ബിൻ്റെ മുന്നിൽ കാണണം. ജനങ്ങളെ മുന്നിൽ കണ്ടിട്ട് എന്താ കാര്യം? ജനങ്ങൾ നിരപരാധിയാണ്. നല്ല പോലെ പാൻറ് ഷർട്ട് ഇട്ട് കിടക്കുക, ഞാൻ നല്ലവനാണെന്ന് അറിയാണ്. എന്നിട്ട് ഉള്ളിലോ വേണ്ടാത്ത വെച്ച് നടക്കുക. ജനങ്ങളെ കുറേ കായ് വാങ്ങി തിന്നിട്ട് എവിടുത്തെ പഠിപ്പാണ്? മുഹമ്മദിനോട് ഞാൻ പറഞ്ഞതാണ്, മുഹമ്മദ് അജ് വല്ലാതെ സ്വപ്നം കണ്ട എനിക്ക് റബ്ബ് ഒരു ബാഗ്ദാദ് ഹോട്ടലും അതുപോലെ വേറൊരു ദർഗയും ഇതും തന്നിട്ടുണ്ട്. ഏത് ലോഡ്ജ് അതിട്ട് ജീവിച്ചു വെച്ച് വല്ലാതെ സ്വപ്നം കണ്ട ഇരിക്കക്കുത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ അതേമാതിരി അവിടെ പോവുകയും ചെയ്തു. ഓൻ ആ പൈസ മേടിക്കുമ്പോൾ 15 ലക്ഷം മേടിക്കുമ്പോൾ അവർക്ക് വിളിച്ചപ്പോൾ എടുക്കണില്ല. ഇവിടെ ഓൻ പറയാം ഞാൻ ഇവിടെ ആയിരുന്നു അവിടെ ആയിരുന്നു. ഞാൻ പറഞ്ഞ മര്യാദക്കിൻ്റെ അടുത്ത് വന്നോന്ന് പറഞ്ഞു മുഹമ്മദിനോട്. എങ്ങപ്പം ഞാൻ പടം ഇട്ടെന്ന് പറഞ്ഞു. റബ്ബാണ് സ്വത്തം ചോദിച്ചാൽ കണ്ട് ഓടി വന്നു. ഞാൻ പറഞ്ഞു മുഹമ്മദ് അജി വല്ലാതെ കണ്ടമാനം കടക്ക് സ്വപ്നം കണ്ട 2 കട എനിക്ക് അള്ള തന്നിട്ടുണ്ട്, അതിട്ട് ജീവിച്ചോ, ഭാര്യയും മക്കളായിട്ട് ജീവിച്ചോ. ഓന് പിന്നെയും കുറേ സ്വപ്നം കാണുമായിരുന്നു. അവസാനമായിട്ട് കോടികൾ റുപ്യ ജനങ്ങളടുത്ത് വാങ്ങിയിട്ട് ഇരിക്കക്കുത്തിലോട്ട് പോയി. ഞാൻ വിടും, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വരും. മുഹമ്മദ് തന്നാൽ നന്നില്ലെങ്കിൽ ഞാൻ ഇതേമാതിരി കാസർഗോഡ് ചെന്നിട്ട് പ്രസംഗിക്കും. ഞാൻ ഉസ്താദ്മാരെ മുന്നിൽ നാണം കിടണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നെ ഒരു കളിക്കാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പൈസ മേടിച്ച് ആലോചിച്ചിട്ട് വന്നോളിയെന്ന് എല്ലാവരോടും പറഞ്ഞു. സംസുകാട് മറിച്ചിട്ടുണ്ട്, മേടിച്ചോ, പറഞ്ഞ ഡേറ്റ് തെറ്റിക്കരുത്. 9-ാം തീയതി വെച്ചോ 8-ാം തീയതി കൊടുന്നു തരിക, അല്ലെങ്കിൽ 9-ാം തീയതി 10-ാം തീയതി ആക്കിയ നാണം കെടുന്ന ഞാൻ എല്ലാവരോടും പറഞ്ഞു. ഞാൻ മുഖത്തേക്ക് പറഞ്ഞാളാണ്. ഞാൻ ഒരാളെ ഉറുപ്പ വാങ്ങി തിന്നാത്ത. ആ മുഹമ്മദും റിനീഷും പൈസ തന്നിട്ടില്ലെങ്കിൽ ഞാൻ അവരെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഞങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിട്ടുതരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്നോട് സ്നേഹം കാണിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ അടുത്ത് പൈസ വാങ്ങി തരണം കേട്ടോ. നിങ്ങൾ ഇന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. എന്നിട്ട് നിങ്ങൾ നാളെ അള്ളാൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നരകമുണ്ടെങ്കിൽ ഞാൻ പറയും എൻ്റെ റബ്ബിനോട്, അള്ളാഹുവേ ആ മനുഷ്യർക്ക് സ്വർഗം കൊടുക്കുക, ഇന്ന നരകത്തിയിടാൻ പറയും റബ്ബിനോട്. അള്ളാഹിൻ്റെ റസൂൽ സത്യം പറയും ഇന്ന നരകത്തിട്ടോളി. പക്ഷേ എനിക്ക് വേണ്ടി പൈസക്ക് വേണ്ടി പോരാടിയ മനുഷ്യനാണ്. ആ മനുഷ്യൻ ദുനിയാവിൽ തെറ്റ് ചെയ്തതിന് പുറത്തു കൊടുക്കുന്നത്. കാരണം എൻ്റെ വേർപ്പാണ്, എൻ്റെ ഒരു തുള്ളി വേർപ്പാണ് ആ മനുഷ്യൻ. ഓരോരുത്തരുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളായിട്ട് നാളെ റബ്ബിൻ്റെ മുകളിൽ എന്തെങ്കിലും പരാതിപ്പെട്ടാൽ ഞാൻ റബ്ബിനോട് പറയാം, അള്ളാഹു ഇനിൻ്റെ കൂടെ നിന്നവരെ സ്വർഗത്തേക്ക് അയക്കാളാം, പക്ഷേ ഇന്ന നരകത്തിൽ കണ്ടിട്ടാളാ റബ്ബ എന്ന് പറയും. കാരണം ആ മനുഷ്യനെ വേദനിപ്പിക്കൂല. പക്ഷേ ഓൻ്റെ ഫോട്ടോ വീഡിയോസും ഞാൻ വിട്ടുതരുന്നുണ്ട്. ഓൻ തരാമെന്ന് പറഞ്ഞിട്ട് നോക്കട്ടെ. അതുപോലെ റിനീഷ് മറവഞ്ചേരിയുള്ള ഓനെ ഞാൻ വിട്ടുതരുന്നുണ്ട്. അവർ ഓൻ്റെ ഭാര്യയും ഓൻ്റെ കുട്ടികളൊക്കെ ഒപ്പിട്ടിട്ടുണ്ട് എഗ്രിമെൻറ്റിൽ. ഞാൻ അല്ലാണ്ട് ഇന്നെ വേദനിപ്പിക്കുകയാണ്. കണ്ണിങ്ങാട്ടുനിന്ന് കായ് കൊടുത്ത് ഞാൻ അങ്ങനെ ഇരുന്ന് കരയിരുന്നിട്ട് എന്തിനാണ് ഈ വേദനിപ്പിക്കുന്നത്? ഇനിയും വന്ന് മേടിച്ചുകൊണ്ടേ കൂടെ. എൻ്റെ വിഷമം കൊണ്ട് പറയണായിട്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്. എൻ്റെ ഹൃദയം വേദനിക്കുമ്പോൾ എല്ലാം തുറന്ന് പറഞ്ഞല്ല, എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെച്ച് പറയുന്ന ഒരാളല്ല. ഇങ്ങനെ സമനില തെറ്റുമ്പോഴാണ് നമ്മൾ ഗുളിക കുടിക്കുന്നത് എത്ര പറയേണ്ടതെന്ന് അറിയാം. ഒന്നുണ്ടല്ലോ ഒരു രോഗിയാണ്, ആ പാട്ടിൻ്റെ പൈസ എങ്കിലും കൊടുക്കണം ചിന്തയില്ല, അതില്ല നക്ക് തന്നെ ഇരുന്നിട്ട് പോയി രണ്ടാളും. 11 മണി ആയില്ലേ? എന്നാ പോവാ. ഇവിടെ കിടന്നോ? വയ്യ.
മഴ മാറിയപ്പോ ചൂടായി. മഴ വെയിൽ വന്നു. ഇതിപ്പോ ഗേറ്റ് ഓഫ് ഇന്ത്യയായിട്ടായി കാണേട്ടാ. ഞങ്ങള് പോവാണ്. ഞങ്ങളെ തെങ്ങാണ് ഈ കാണോക്കി. എന്താ 2 തെങ്ങ് 4 തെങ്ങ് 3 തെങ്ങ് എവിടെയെങ്കിലും പോയാൽ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, താജ് ഹോട്ടല്. താജ് ഹോട്ടലിൽ ഇവിടെയാണ് പണ്ട് വെടിവെപ്പ് നടത്തിയ സ്ഥലം. ഈ ബിൽഡിംഗ് കണ്ടില്ലേ? അജ്മൽ വന്നിട്ട് അജ്മൽ കസപ്പ്. ഓക്കെ, എന്തൊക്കെ പറഞ്ഞു? നിങ്ങൾക്ക് സ്കൂളിൽ പഠിച്ച ആൾക്കാരാ. ഞാൻ നോക്കൂല. നിങ്ങള് നോക്കൂല. നിങ്ങള് യൂട്യൂബിൽ എല്ലാവരോടും പറഞ്ഞല്ലോ നിങ്ങള് നല്ല മനുഷ്യനാന്നുള്ളത്. നിങ്ങള് നല്ല മനുഷ്യനാന്നുള്ള എല്ലാവരോടും പറയുന്നുണ്ട്. ഇവിടെയാണ് നമ്മളെ ഗേറ്റ് ഓഫ് ഇന്ത്യയിലുള്ള നമ്മളെ സൗക്കത്ത് ഭായ് ഉണ്ട്. അവന്റെ പല പേരെന്താണ്? മുഹമ്മദ് ഖാൻ. പിന്നെ ആലുവയില് കൊടകത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്. ആലുവയില് എന്താണുള്ളത്? ആലുവക്കാരനാണ്. കൊടമ്പത്തോ? എന്റെ നാട്ടുകാരനാ. എന്താണ് ഷോപ്പ്? കൊടകത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആലുവ. ഒരുപാട് അമ്പാടിയൊക്കെ സ്ഥിതി ചെയ്യണു. അതിപ്പോ പറഞ്ഞോ. ഷോക്കത്തിന്റെ ഇപ്പൊ വളരെ പ്രയാസപ്പെട്ടിട്ട് പണ്ട് ബോംബെയില് ഒരുപാട് പ്രയാസപ്പെട്ട ഒരു മഹാനാണ് ആലുവയിലുള്ളത്. നല്ല ഇളനീർ കച്ചവടമൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് നല്ല മനുഷ്യന്മാര് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് രക്ഷപ്പെട്ടവരുണ്ട് ഇളനീർ കച്ചവടത്തില്. ചിലരൊക്കെ അങ്ങോട്ട് ഇരിക്കക്കുത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഓൻ്റെ ഉപ്പ ഷോക്കത്ത് ഇപ്പൊ നാട്ടിലുണ്ട്. പാവം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഉപ്പാനെ കാണാൻ വന്നീന് ആലുവയിൽ പാവം. ഓനും ഷോക്കത്തിന്റെ 2 ആൺകുട്ടികളും. എന്റെ പേരെ വന്ന് നോക്കുമ്പോ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോയത്. ഒരു വീട്ടിൽ കയറി വരുമ്പോ അങ്ങനെ വേണല്ലോ അംസക്ക പോവാൻ തോന്നരുത്. കൊച്ചാപ്പ സിദ്ദീഖ് ഓർക്കും ഇവിടെ കൂടുതൽ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. പാലക്കാടിൽ എല്ലാം ഉണ്ട്. എന്തായാലും ഞങ്ങൾ ഇവിടെ നിർത്തിയാണ്. അങ്ങനെയല്ല നമുക്ക് ഈ വീട്ടിൽ നമ്മള് വീട്ടിൽ സ്റ്റേഷൻ്റെ അതിനെ പോകണം. ഇവിടെ കൂടെ സ്റ്റോപ്പാക്കട്ടാ. 29/5/2025 വീഡിയോ ആണ്. ഇതിന്റെ കൂടെ എല്ലാതും എഡിറ്റിങ് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ ഞാൻ മുഹമ്മദിനെ പാവാണ്. മുഹമ്മദ് അങ്ങനെ ഇതാക്കൂല, പൈസ തരാതിരിക്കൂല. മുഹമ്മദ് തരും. ഓരോ സാധ്യത പെട്ടുപോയതാണ്. പിന്നെ തരൂലെന്ന് പറഞ്ഞില്ല. തരൂലെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. തരാന്നാ ഈ പറഞ്ഞത് ആൾക്കാർ. എന്താ ചെയ്യുക? എന്തായാലും ഇൻഷാല്ലാ തരും. ഇല്ല നിങ്ങളെല്ലാവരും നിങ്ങളെ ഭാഗത്തുനിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. തരും. ഞാൻ അത്രയും പറഞ്ഞു നിർത്തി. എന്തെങ്കിലും എൻ്റെ വാക്കിൽ നിന്നിട്ട് ഇന്നത്തെ ദിവസം എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് എന്നോട് പൊരുത്തപ്പെടട്ടാ. ഇവിടെ കൊണ്ട് തീർക്കുകയാണ്. 29/5/2025. ഓക്കെ, എല്ലാവരോടും നമസ്കാരം, നന്ദി, അസ്സലാമു അലൈക്കും.